മാതൃഭൂമി ന്യൂസിനെ അഭിനന്ദിച്ച് വൈദ്യുതി മന്ത്രി. കോട്ടയം നഗരസഭയിലെ വൈദ്യുതി ദുരുപയോഗത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമിക്ക് അഭിനന്ദനമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ഞാൻ ഈ വാർത്ത പലയിടത്തും പ്രസംഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ ജനപ്രതിനിധികൾ വൈദ്യുതി ദുരുപയോഗം ചെയ്യരുതെന്ന് സണ്ണി ജോസഫ് ഓർമ്മിപ്പിച്ചു. കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനലിലൊരു വാർത്ത കണ്ടു. ഞാനത് പല സ്ഥലത്തും പ്രസംഗിച്ചതാണ്. എന്താണ്, ഒരു ജനപ്രതിനിധികളുടെ ഓഫീസിൽ കയറിയപ്പം ചെയർപേഴ്സൻ്റെ റൂമിൽ AC ഇട്ടിട്ടുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്, ചെയർപേഴ്സൺ അവിടെ ഇല്ല. യു ആർ ദ റിപ്പോർട്ടർ മാതൃഭൂമി, ഐ കൺഗ്രാജുലേറ്റ് യു. ഞാൻ മാതൃഭൂമിയിൽ നിന്ന് തന്നെ പല സ്ഥലത്തും പ്രസംഗിച്ചതാണ്, പല സ്ഥലത്തും കോട്ട് ചെയ്ത് പ്രസംഗിച്ചതാണ്. ഞാൻ 14 ജില്ലകളിലും ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഞാൻ കുറേ സ്ഥലത്ത് ഇത് പറഞ്ഞതാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ മന്ത്രി ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈദ്യുതി ഓഫാക്കിയിട്ടാണ് വരുന്നത്. MLA ഹോസ്റ്റലായിരുന്നപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ മന്ത്രി ആയതുകൊണ്ട് മാത്രം ശീലിച്ചതല്ല, അല്ലാതെ ശീലിച്ചതാണ്. എല്ലാവരും അതിലേക്ക് വരണം. ഒരുപാട് അനാവശ്യ ദുരുപയോഗമുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അത്യാവശ്യ ഉപയോഗത്തിന് നമുക്ക് സാധിക്കാത്ത സാഹചര്യം വരുമ്പോൾ ദുരുപയോഗം അവരവർ നിയന്ത്രിക്കണം. അതിന് ബോർഡും ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. ഷിനോജ് എസ് ടി കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ഷിനോജിന്റെ റിപ്പോർട്ട്, കോട്ടയത്തെ വൈദ്യുതി ദുരുപയോഗം, ആ ദുരുപയോഗം വലിയ തോതിൽ പ്രസംഗങ്ങളിൽ ഉപയോഗിച്ചു, എല്ലായിടത്തും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചു എന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. ഈ വാർത്തയ്ക്ക് ശേഷം, മന്ത്രിയുടെ ഇടപെടലിന് ശേഷം അത്തരം ദുരുപയോഗമൊക്കെ കുറഞ്ഞോ? രതീഷ്, സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വൈദ്യുതി പ്രതിസന്ധി ഉണ്ട് എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് സംസ്ഥാനത്ത് മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ അത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന് മാത്രം അങ്ങനെ പറയാൻ കഴിയില്ല. എല്ലാ സംസ്ഥാനത്തും സമാനമായ രീതിയിൽ പ്രതിസന്ധി, എല്ലിനോ പ്രതിഭാസം ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യത്തിലുണ്ട്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ആ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി കാര്യങ്ങൾ ദീർഘകാലമായി തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. പ്രത്യേകിച്ച് കരാർ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന ബന്ധപ്പെട്ടൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ, പ്രത്യേകിച്ച് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയമാണ്. അതിനാൽ തന്നെ രാത്രി കാലങ്ങളിൽ നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ രീതിയിൽ വൈദ്യുതി ഇപ്പോൾ ഉപഭോഗം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഞായറാഴ്ച ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്രമീകരിക്കും എന്നാണ് മന്ത്രി പറയുന്നത്. പ്രത്യേകിച്ച് ഞായറാഴ്ചത്തേക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനമെന്ന് പറയുന്നത്. ഇത് എത്ര കാലം ഈ പ്രതിസന്ധി ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യത്തിന് മന്ത്രിക്ക് പോലും കൃത്യമായൊരു മറുപടിയില്ല. കാരണം ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മന്ത്രിയും പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ വൈദ്യുതി നൽകാൻ പോലും ഇപ്പോൾ തയ്യാറാകുന്നില്ല. വലിയ വിലയ്ക്കാണ് സർക്കാർ പോലും ഇപ്പോൾ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതെന്ന് കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വലിയ തോതിൽ വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. അക്കാര്യം വിശദീകരിക്കുകയായിരുന്നു വൈദ്യുതി മന്ത്രി. സ്വയം നിയന്ത്രണം എല്ലായിടത്തും ഉണ്ടാകണം. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളുടെ സഹകരണം വേണം എന്നതാണ് പ്രതികരണം.